അപ്പോഴേ നമുക്കേ ഞാൻ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. ടാരോ പഠിക്കണോ, ഡയറ്റീഷ്യൻ കോഴ്സ് പഠിക്കണോ, PSC പഠിക്കണോ, വെയിറ്റ് ലോസ് ചെയ്യണോ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. ഇന്ന് കുറച്ച് ക്ലാരിറ്റി കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഒരു പേഴ്സണൽ ടാരോ റീഡിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പൈസയൊന്നും കൊടുക്കണ്ട. എനിക്ക് മലയാളം അല്ലെങ്കിൽ തമിഴ് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസം ഹിന്ദിയിൽ ഞാൻ കാണുന്ന വീഡിയോസിലുള്ള ടാരോ റീഡേഴ്സിനെയാണ്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ പഠിക്കുന്ന ടാരോ റീഡർ മാമുണ്ട്, അതല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നാണ് ഞാൻ റീഡിങ് എടുക്കുക, പേഴ്സണൽ റീഡിങ് എടുക്കുക. എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് ഞാൻ പഠിക്കണോ വേണ്ടേ, അങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന അവരോടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ച് ഇന്നൊരു പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നല്ല, കുറച്ച് ദിവസം മുമ്പ് എടുത്തു. ഇന്നാണ് റീഡിങ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. കാരണം പഠിച്ച ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസമൊക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആക്ച്വലി അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വളരെ ഓവർവെൽഡാണ്, ഭയങ്കര നെർവസാണ്. കാരണം കിട്ടിയ ആ റീഡിങ്ങിൻ്റെ ആ ഒരു ഇതിപ്പോൾ കേട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ സമയം 6 മണിയാവാറായി. ഇപ്പോൾ മാം ഇട്ടതേ ഉള്ളൂ റീഡിങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. അത് കേട്ടതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ പഠിക്കണം, കോഴ്സ് പഠിക്കാൻ നല്ല പൈസയാണ്. ആക്ച്വലി ടാരോ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല എമൗണ്ട് നമ്മളിൽ നിന്ന് വാങ്ങും. ചിലപ്പോൾ 25,000 വാങ്ങും, ചിലപ്പോൾ ചിലർ കുറച്ച് വാങ്ങും, 13,000 15,000 ഒക്കെ. ഞാൻ പഠിച്ചത് ഒരു കോഴ്സ് തന്നെ 15,000 അടുപ്പിച്ചായി. ഇനി പഠിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു. പക്ഷേ അവർ പക്കായിട്ട് പറഞ്ഞു തരും, നല്ല പെർഫെക്റ്റ് റീഡിംഗ് ആയിരിക്കും അവരത്. അതുകൊണ്ട് ഞാൻ അത് ഉദ്ദേശിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ആലോചിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ടാരോയും കൂടെ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വന്ന പ്രഡിക്ഷൻ അവരോട് ചോദിക്കണ്ടല്ലോ, നമുക്ക് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ടാരോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ജ്യോതിഷത്തിൻ്റെ വേറൊരു ഇതായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ അത് ഞാൻ പഠിക്കണുണ്ട്. പിന്നെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ടാരോ പഠിക്കണം. അത് കൂടാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ PSCയും കൂടെ ഒന്ന് പഠിച്ച് തുടങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് PSC പഠിച്ചു നോക്കാം. ഒരുപാട് സ്ട്രെസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എന്നെ തന്നെ ഒരുപാട് പ്രഷർ കൊടുത്ത് പഠിക്കണം എനിക്കിഷ്ടമല്ല ഇപ്പോൾ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് PSC പഠിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ, ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടം പോലെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. ഒരു ബാത്റൂം പണ്ടത്തത് ഇടിച്ച് കളഞ്ഞപ്പോൾ അവിടെ കുറച്ച് സ്ഥലമുണ്ട്. അത് അപ്പുറത്തെ ഈ വീടിൻ്റെ അപ്പുറത്ത് നമുക്കൊരു വീടുണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവിടെ പച്ചക്കറി തോട്ടം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭംഗിക്ക് പോയി ഇരിക്കാനല്ല, ചെടിയൊക്കെ നട്ട് കാണാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറയണത്. അപ്പോൾ ആ ഒരു പച്ചക്കറി തോട്ടം പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. പിന്നെ ഈ PSC ചെറുതായിട്ടൊന്ന് പഠിക്കണമെന്നുണ്ട്. നമുക്കറിയാമല്ലോ ഇപ്പോൾ PSC ഒക്കെ കിട്ടാൻ വലിയ പാടാണ്. അത്രയും ഇൻവോൾവ് ചെയ്താലേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ കോച്ചിങ്ങിനൊന്നും പോയി പഠിക്കണം എനിക്ക് ഒട്ടും പറ്റൂല. ആ ഒരു സ്ട്രെസ് എനിക്ക് താങ്ങാൻ പറ്റൂല. ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നും എനിക്ക് പറ്റൂല. എനിക്ക് ബ്ലാങ്ക് ആയി പോകും പെട്ടെന്ന്, അപ്പം തന്നെ പഠിപ്പിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കണത് വീട്ടിൽ ഇരുന്ന് ആണ് പഠിക്കാൻ എനിക്ക് കംഫർട്ടബിൾ. അപ്പോൾ അങ്ങനെ പഠിക്കാൻ, എന്നിട്ട് ഏതെങ്കിലും ഓൺലൈൻ ആപ്പൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. എൻട്രി ലക്ഷ്യയുടേതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഏത് വേണം നമുക്ക് എടുക്കാം. എല്ലാം നല്ല ക്ലാസ്സുകളാണല്ലോ, ഒരുപാടുണ്ട്. എനിക്കത് വലിയതായിട്ട് അറിയില്ല, കാരണം ഞാൻ PSC ഫോക്കസ് ചെയ്തിട്ടില്ല അധികം. ഒരു 2-3 മാസം അല്ലെങ്കിൽ 5-6 മാസമൊക്കെ PSC പഠിക്കാറുള്ളൂ. പിന്നെ ഞാൻ അതങ്ങ് ഫ്രസ്ട്രേഷൻ ആകുമ്പോൾ അതങ്ങ് വിട്ട് കളയാറാണ് പതിവ്. അപ്പോൾ അത് ഒന്ന് നോക്കണം. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യണം. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഒന്ന് കോൺഫിഡൻ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ലോസ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പരിപാടി. പിന്നെ സ്റ്റിച്ചിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ അതൊക്കെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതുള്ളത് കൊണ്ടേ നമ്മൾ പഠിക്കാനും കൂടെ ഉള്ളത് പഠിക്കണമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഇത് ചെയ്യാൻ പറ്റില്ല. പഠിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഇതിലേക്ക് കയറാമെന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ. ഞാൻ ഇനി തൊട്ട് ഈ ചാനൽ ഏതിലാണ് ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ചാനലിൽ ഇനി തൊട്ട് ഡെയിലി വ്ളോഗ് വന്നില്ലെങ്കിലും കുറച്ച് ഷോർട്സ് വീഡിയോയും എന്നെക്കൊണ്ട് പറ്റും പോലെ വ്ളോഗും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും, അതെല്ലാം ക്ഷമിച്ചിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോ കാണുക. ഞാൻ ഭയങ്കര വ്ളോഗറൊന്നും അല്ലല്ലോ, ജസ്റ്റ് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ വിഷമങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഇവിടെ നല്ല മഴക്കോളുണ്ട്, മഴയില്ല. വേറെ ജില്ലയിലൊക്കെ മഴയുണ്ടെന്ന് അറിയാം. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാം ശരിയാവും. ടാരോ പഠിക്കുന്നത് തന്നെ എൻ്റെ 2 ഉദ്ദേശമുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഞാൻ PSC പഠിക്കണില്ല എന്ന് വിചാരിച്ച സമയത്ത് എനിക്കൊരു വരുമാനം പോലെ എന്തെങ്കിലും വേണമല്ലോ, ഒരു 10,000 രൂപയെങ്കിലും ഒരു മാസം കിട്ടണമെങ്കിൽ എനിക്കിപ്പോൾ ഭയങ്കരമായ ചിലവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 10,000 രൂപയൊക്കെ കിട്ടിയാലും എനിക്ക് ജീവിച്ചു പോകാൻ ധാരാളം മതി. ഫുഡ് അതൊക്കെ വീട്ടുകാരാണല്ലോ, അമ്മയൊക്കെ അല്ലേ നോക്കുന്നത്. അപ്പം അങ്ങനൊരു ചിലവില്ല. അപ്പം എൻ്റെ കാര്യം നോക്കാൻ വേണ്ടി ഒരു 10,000 രൂപയെങ്കിലും സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ സാമ്പത്തികമായി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി, അപ്പോൾ ഒരു വരുമാനത്തിന് വേണ്ടിയും അതേപോലെ തന്നെ ഈക്വലി അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് ഞാൻ വിചാരിച്ചത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും കൂടെ എനിക്ക് പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടാരോ പഠിക്കാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ അത് അത്യാവശ്യം പൈസ ചിലവാക്കി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിങ്ങനെ യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ദൈവം, അവരെയൊക്കെ വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് കണ്ടിട്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അല്ലാതെ എല്ലാവർക്കും അത് കത്തൂല, അവർ കണക്ഷൻ ഫീൽ ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എടുക്കാത്ത വ്രതങ്ങളില്ല, ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, ഞാൻ കരയാത്ത കണ്ണീരില്ല എന്നൊക്കെ പറയും പോലെ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ഒരു വിഷമം വന്നാലും ഞാൻ ആദ്യം വിളിക്കുന്ന ദൈവത്തിനാണ്. സന്തോഷം വന്നാലും താങ്ക്സ് പറയാൻ ഞാൻ ആദ്യം പറയുന്നത് ദൈവത്തോട് തന്നെയാണ്. അത് കഴിഞ്ഞേ എനിക്കുള്ളൂ. ആരായാലും എനിക്ക് ദൈവം കഴിഞ്ഞേ ഉള്ളൂ. അത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റാണ് ദൈവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൃഷ്ണനെയും, പിന്നെ വീടിനടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടുത്തെ ദൈവത്തെയും, പിന്നെ ഈ തൊഴുവങ്കോട് ക്ഷേത്രം എന്ന് പറയും, അവിടെ ഒരു തിരുവനന്തപുരത്തുള്ളൊരു ക്ഷേത്രമാണ്. അവിടുത്തെ ദേവിയൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഭയങ്കര ഉഗ്രരൂപിണിയാണ്, എന്നാലും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളും കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ മതത്തെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദൈവത്തിലും ഇപ്പോൾ യേശു, മാതാവ്, അള്ളാഹു, എല്ലാ ദൈവങ്ങളെയും എനിക്ക് വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസം ഇല്ല എന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിലോട്ട് പോണവർ എല്ലാവർക്കും, മിക്കവാറും എല്ലാ മതങ്ങളെയും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മതത്തിലെ ഒരു ഇതല്ല, അത് റിലീജിയസ് അങ്ങനെയാണ്. ഇത് എല്ലാവരെയും റെസ്പെക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സ്പിരിച്വാലിറ്റിയിലോട്ടൊന്ന് പോകണമെന്നുണ്ട്, ടാരോ റീഡിംഗ് ഒന്ന് പഠിക്കണമെന്നുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ സന്യാസമൊന്നുമല്ല, അത് വേറെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മോഡേൺ ആയിട്ടിരിക്കാം, നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. അതിൻ്റെ കൂടെ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ, ജ്യോതിഷം പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പുറം ഒരു സ്പിരിച്വാലിറ്റിയിലോട്ടൊന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെൻ്റെ ഒരു സോണല്ല, എന്നെ കൊണ്ട് ഈ ജന്മം പറ്റിയില്ല. കാരണം ഞാൻ ഈ ടാരോ റീഡേഴ്സ് തന്നെ നോൺ വെജ് കഴിക്കൂല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി. പക്ഷേ ഞാൻ നോൺ വെജ് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോൺ വെജ്. ഭയങ്കര ഇഷ്ടമല്ല, ഒബ്സഷനൊന്നുമില്ല, എന്നാലും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുന്നില്ല. കാരണം പെട്ടെന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ കുറവും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലോ എന്ന് എനിക്ക് പേടിയുണ്ടോ. ഒന്ന് അത് ഓവർ വെയ്റ്റാണ്. ഇനി അൺഹെൽത്തി ആയിട്ട് നമ്മൾ അത്രയും നോൺ വെജ് കഴിക്കാതിരിക്കുമ്പോൾ പിന്നെ ഫുഡിനെ വളരെയധികം ശ്രദ്ധിച്ചൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് ഒന്നും ഞാൻ ഒഴിവാക്കുന്നില്ല. പക്ഷേ ടാരോ റീഡിങ് ചെയ്യും മുമ്പ് നോൺ വെജ് ഒഴിവാക്കുക, നോൺ വെജ് കുളിച്ചതിന് ശേഷം ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇനി ഒരു കോഴ്സും കൂടെ പഠിക്കണം. അത്യാവശ്യം പൈസയാവും, അതിൻ്റെ ഒരു ഇതുണ്ട്. നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഞാൻ ഏൺ ചെയ്യുന്നില്ലല്ലോ, എൻ്റെ കയ്യിൽ ഒരു വരുമാനം ഇല്ലാത്തത് കൊണ്ട് 10,000 25,000 ഒക്കെ എനിക്കൊരു വലിയ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. നല്ല വൈബ് ക്ലൈമറ്റാണ്. ഇങ്ങനെയുള്ള ക്ലൈമറ്റിൽ നല്ല ചിക്കനും ഷവായിയൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല, ചുമ്മാ ഇരിക്കുവാണ്.
റീഡിങ് കിട്ടിയ സന്തോഷത്തിൽ ഇരിക്കുവാണ്. സന്തോഷവും നെർവസ്നെസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ വ്ളോഗുകളും എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എല്ലാം ഒന്നും സോഷ്യൽ മീഡിയ കയറി നമ്മൾ ഷെയർ ചെയ്യില്ലല്ലോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അപ്പം ബൈ.